ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടി വി പ്രേക്ഷകർക്ക് ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ് വി സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ടണൽ പാരാപ്ലീജിക് കെയറിലെ എറണാകുളം അല്ലെ, ടണൽ പാരാപ്ലീജിക് കെയർ എറണാകുളത്തെ ആൾക്കാരാണ്. ഒപ്പം ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ ഫുൾ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് രാജീവ്, വെൽക്കം. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്കിവിടെ ഈ ഉത്സവം നടത്തിപ്പുകാരെ സ്വാഗതം ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ലെറ്റ്സ് വെൽക്കം മലയാളികളുടെ പ്രിയങ്കരനായ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഗിന്നസ് പക്രു. ഒപ്പം നമ്മുടെ ഇവിടുത്തെ കാര്യക്കാരൻ ടിനി ടോം ആൻഡ് മലയാളികളുടെ പ്രിയങ്കരനായ നടൻ കലാഭവൻ പ്രജോ. അപ്പോ ഏതായാലും ഇന്നിപ്പോ നമ്മുടെ ഓഡിയൻസ് നിങ്ങൾ കണ്ടായിരുന്നോ? നമസ്കാരം. ടണൽ പാരാപ്ലജിക് കെയറിലെ ആൾക്കാരാണ്, എറണാകുളത്തുള്ള ടണൽ പാരാപ്ലജിക് കെയറിലെ ആൾക്കാരാണ്. മാത്രമല്ല ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവരെ ഇവിടെ കൊണ്ടുവരാൻ കാരണക്കാരനായത് അറിയോ? എനിക്കറിയാം. ആരാന്നറിയോ? നമ്മുടെ കൊടിമരല്ലേ? കൊടിമര പുള്ളിയാണ് വന്നത്. അത് എന്താണ് സംഭവം എന്ന് പറഞ്ഞു ചേട്ടാ? അത് രാജീവിന് ഒരു മൈക്ക് കൊടുക്കും. എനിക്ക് എന്റെ മൈക്ക് കൊടുക്കും. ഞാൻ രാജീവിന്റെ അടുത്തോട്ട് പോകാം. ഞാൻ ടണൽ പാരാപ്ലീജിക് കെയറിന്റെ എറണാകുളം ജില്ലയുടെ കൺവീനറാണ്. ഓക്കെ. ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമാണ് എറണാകുളത്ത്. സ്വാഗതം കോമഡി ഉത്സവത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും. കേട്ടോ, ഇതിന് രാജീവിന് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് ഇവരൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരാളാണ്. അതിൽ നമ്മളൊക്കെ അതിഥികളായിട്ടും പോകാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ സംഘടനാ പാഠവും നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കാരണം ഇത്രയും പേര് ഈ കൂട്ടായ്മയെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു നേതൃത്വം കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് നിസ്സാരമല്ല. ഇത്രയും ഇരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമുക്കിടയിൽ ടിനിറ്റോമാണ് ഇങ്ങനെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നെങ്കിൽ ഇവർക്കിടയിലെ ടിനിറ്റോമാണ് രാജീവ്. പക്ഷെ രാജീവ് ഇങ്ങനെയൊന്നും അല്ലട്ടോ. ആള് വിളിക്കണ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും ഓടിയെത്തും. കാരണം ടിനിറ്റോം ഇന്ന ദിവസമാണ് ഇന്ന പരിപാടി അവിടെ എത്തിയിരിക്കണം. ഞാൻ അവിടെ എത്തിയിരിക്കും. എന്നോട് ക്ഷമിക്കണം. അതാണ് കമാൻഡിംഗ് പവർ അല്ലേ? കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. അടുത്ത പരിപാടിക്ക് എന്തായാലും ഈ പരിപാടികൾ മാറ്റി വെച്ചിട്ടാണല്ലേ ഞാൻ നിങ്ങളുടെ പരിപാടി. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ചേർന്ന് തുടങ്ങാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി, ഇവരുടെ എല്ലാവരുടെയും ഗൈഡൻസോടുകൂടി നമുക്ക് തുടങ്ങാം ഇന്നത്തെ കോമഡി ഉത്സവം. പ്ലീസ് എവരിബഡി. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ് വി സ്റ്റാറിൽ അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ. ഹസീബ് ആൻഡ് വിജിത്. വയനാട്ടിൽ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്താണ്. എന്ത് ചെയ്യുന്നു വിജിത്ത്? ഞാൻ അവിടെ ഒരു വോയിസ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യാണ്. ശരി, വോയിസ് ആർട്ടിസ്റ്റ് ആണ്. ഡബ് ചെയ്യാറുണ്ടോ അതോ ഈ പരസ്യങ്ങൾക്കൊക്കെ വോയിസ് കൊടുത്തു തരാം. പരസ്യങ്ങൾക്ക് ആരൊക്കെയാണ് കമ്മിറ്റ് ചെയ്യണേ? ഞാൻ ഷമ്മി തിലകൻ, NF വർഗീസ്, ജഗപതി ബാബു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നല്ല ലിസ്റ്റ് ആണ് എല്ലാവരും. ഹസീബ് എവിടെയാ നാട്ടില്? ഞാൻ പൂനൂരാണ്, കോഴിക്കോട് ജില്ല. ഓക്കെ. എന്ത് ചെയ്യുന്നു ഹസീബ്? ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഓക്കെ. അപ്പം എന്തായിരുന്നു മിമിക്രി പാഷനായിട്ട് കൊണ്ടു നടക്കുകയാണോ അതോ പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുകയാണോ? പ്രൊഫഷനല്ല, ഞാൻ സിംഗറായിട്ടാണ് പോകാറുള്ളത് സാധാരണ. ദുബായിലൊക്കെ ഉണ്ടായിരുന്നോ? ഹസീബിന്റെ ലിസ്റ്റ്? ഞാൻ മലയാളത്തിന്റെ പുണ്യം പത്മശ്രീ ഭരത് ലാലേട്ടനെയാണ്. പിന്നെ കൊച്ചിൻ ഹനീഫ, വിജയരാഘവൻ. ഓക്കെ, നല്ല ലിസ്റ്റ്. അപ്പോ ആരിൽ തുടങ്ങാം? ഹസീബ് നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. മൊബൈൽ ഫോണിന്റെ റിംഗിങ്, അത് വൈബ്രേറ്റർ ആണെന്ന് തോന്നിട്ടേക്കുന്നത് അല്ലേ? വൈബ്രേഷനുള്ള ശബ്ദം തന്നെ എടുക്കാം. ഈ ഫോണ് വൈബ്രേറ്റർ ഇട്ടിട്ട് ചിലപ്പോ ചില മേശപ്പുറത്തൊക്കെ വെച്ച ഈ സൗണ്ട് കേൾക്കും. കൈ അടിച്ചാൽ തന്നെയല്ല ഇതിനെ എനിക്കൊന്ന് വികാരമുള്ള മൊബൈൽ ഫോണാണ് തോന്നുന്നത്. ഓക്കെ, വിജിത്ത് നമ്പർ പറ. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. ഇവിടെ കിട്ടേണ്ട സാധനം വരും കേട്ടാ. തളർന്നു പോയി ഈ കയ്യിലൊരു ആയുധവും കെട്ടിവെച്ച് ഞാൻ വന്നനെ പഴയ മുണ്ടക്കൽ തറവാട്ടിലേക്ക്. നീ പോ ശേഖര. മഹാമതേ മാപ്പു നൽകൂ
മതി മതി മാപ്പ്. അപ്പോ ലാലേട്ടൻ ലിസ്റ്റിലുള്ള ആളാണ്, നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഹിറ്റായ സിനിമയാണ് രാവണപ്രഭു. അതിൽ അച്ഛൻ കഥാപാത്രമായിട്ടും മകനായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിലാദ്യം മകനായിട്ട് വരുന്ന കാർത്തികേയൻ എന്ന കഥാപാത്രം ചെയ്ത ആ മോഡുലേഷൻ. ഹേ സവാരി ഗിരിഗിരി, ഹേ മാൻ വാട്ട്സ് ഹാപ്പനിങ്, ഹെന്നാ ഗൗണ്ടറെ സുമ്മാ നടുറോട്ടിലെ ഹടി വാങ്ങറ. മോനെ എൻ്റെ പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, എം.എൻ. കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ദാറ്റ്സ് മൈ ഫുൾ നെയിം. ഇവന് നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാവിടെ. ഇവന് നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവനിങ്ങനെ പോയാൽ ഭാവിയിലെ ജയറാമല്ലേടാ. നീ പോയിട്ട് ആ വണ്ടിയിലേറെ. ഡോ ആ കിണ്ടിയിലല്ല, ദോ ആ വണ്ടിയിൽ. എന്താ ഇത് ചെയ്ത് നല്ല തഴക്കവും പഴക്കവും വന്ന് ഗംഭീരമായിട്ട് ഉള്ളി ചെയ്ത് വെച്ചു. ഈ പാട്ട് പാടുമ്പോൾ തന്നെ അതിന്റെ ഡയലോഗ് വരാറുണ്ടല്ലോ ലാലേട്ടന്റെ. ഇപ്പൊ ഹരിമുരളി അത് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാറുണ്ട്. അല്ല, അതിൽ ഞെട്ടിപ്പോകും ആൾക്കാർ. കാരണം ഒരിക്കലും അത് ഒരുമിച്ച് ചെയ്തത് ഞാൻ കണ്ടല്ലോ. ഒരു ഡയലോഗ് ഇപ്പൊ ശ്രീകുമാരേട്ടനൊക്കെ പറയുമായിരിക്കും, പക്ഷെ പെർഫെക്റ്റ് വോയിസ്. ഡയലോഗ് ഒന്ന് പറയൂ. സംഗീതം അടുക്കും തോറും അകലുന്ന അനന്തസാഗരം. അലഞ്ഞിട്ടുണ്ട് അതും തേടി ഒരുപാട്. യമുനയുടെ കരയിൽ നിലാവിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടാവുന്നത്. എന്താ ഗോളിയറിലോട്ട് വെച്ച് പിടിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഖൊരാന മാജിക് പീകോക്കിനെ കുറിച്ച് പഠിക്കാൻ ചെന്നത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിലാണ്. ഇവരെല്ലാം ഫിറ്റാ. എന്താ സംഭവം? നല്ല എ ക്ലാസ് ഭാൻ. ചെന്നാവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കേശിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒടുവിൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു സാധനം കടലിക്കും. ഗുരു ഇങ്ങനെ ചേർത്ത് പിടിച്ചു. സഫരോം കി ജിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ. അസീബ് ചെയ്യുന്നത് പോലെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. കാര്യമായിട്ട് പറയാം. താങ്ക് യു സർ. ഇപ്പൊ മിമിക്രിക്കാരി ശബ്ദം അനുകരിച്ചിട്ട് ഗായകർ പാടാറുണ്ട് സ്റ്റേജിൽ. പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്യാൻ കഴിവുള്ള അസീബ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോമഡി ഉത്സവത്തിന് ഓരോ തവണയും കിട്ടുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണെന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ അതിന് അച്ഛൻ കഥാപാത്രമായിട്ട് ചെയ്തു. ആടാ. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോയി. മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് മണ്ണിലേച്ച് ചാരമാകുന്നത്. അനായാസേന മരണം, ദിനാദൈനൈന ജീവിതം. ദേഹിമ കൃപയാ ശംഭോ ത്വീ ഭക്തി മഞ്ജര. അനായാസമായ മരണം, ദയനമില്ലാത്ത ജീവിതം അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര. പിന്നിട്ട വഴികളിൽ എവിടെയോ കാലിൽ തറച്ച നെയ്യെന്ന മുള്ളിനെ ഞാൻ അന്നേ മറന്നിരിക്കുന്നു. ആ മുനയൊടിഞ്ഞ കമ്പിനെ എന്നെ വീണ്ടും ഈ വഴിയിൽ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. വഴിമാറടാ മുണ്ടക്കൽ ശേഖര. ഇത് അവതരിപ്പിച്ചിട്ട് അസീബിന് ഒരു മുഖഭാവവും ഇല്ല. വലിയ കാര്യം ചെയ്ത, പക്ഷെ നിസ്സാരമായിട്ട് പുള്ളി കാണുന്നത്. ഭയങ്കര വലിയ കലാകാരനാണ് നിങ്ങൾ അസീബ്. ഇതിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നത് സുരാജായിരിക്കും. ഈ ഹിന്ദുസ്ഥാനി സംഗീതം മിക്ക വേദികളിലും അത് കഴിഞ്ഞ് പാട്ട് പാടുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷേ ഇദ്ദേഹം സ്റ്റേജിൽ നിന്നിട്ട് ഇത് രണ്ടും അനുകരിക്കുമ്പോൾ പ്രേക്ഷകരെ ഞെട്ടിപ്പോകും. കാരണം അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള കലാകാരന്മാരും മിമിക്രിയിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്.
അങ്ങനെയുള്ളവർക്കുള്ളൊരു വലിയ വേദിയാണ് കോമഡി ഉത്സവത്തിന്റെ വേദി. തീർച്ചയായിട്ടും. ഹസീബെ, എനിക്ക് പറയാനുള്ളത്, സാധാരണ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളും ജീവിക്കുകയാണ്. ഇവിടെ ഹസീബ് വന്നിട്ട് ലാലേട്ടനായിട്ട് ജീവിക്കുക. കാരണം ഒരെണ്ണം കൂടി. ഇനി അദ്ദേഹം ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഷൈ ആയ രൂപത്തിലോ ഒരു സെക്കൻഡ്. ഇപ്പൊ വരാൻ പോകുന്ന ലാലേട്ട ഈ ഫ്ലോറിലേക്കാണ്. നിങ്ങൾക്ക് ആർക്ക് വേണേ എന്ത് വേണേ ചോദിക്കും. ലാലേട്ടനോട് ലാലേട്ട ഉത്തരം റെഡി ആയി. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഈ കോമഡി ഉത്സവം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഒരു പിടി കൈപിടിച്ചുയർത്താൻ, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ, ഇപ്പം ഇതിനാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഗിന്നസ് ആണെങ്കിലും പ്രചോദാണെങ്കിലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ. ഒരു ചാലകമായിട്ടാണ് ഇവരൊക്കെ സത്യമായിട്ടും പ്രവർത്തിക്കുന്നത്. ലാലേട്ടൻ ഈ ചെയ്യാൻ പോകുന്നത് ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് അതെങ്ങനെയാണ്? തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 പാക്ക് എന്നൊക്കെ പറയുന്നത് ന്യൂജൻ സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 1 പാക്ക് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടാണ്, അതാണല്ലോ പ്രധാനം അല്ലേ. ഈ മിമിക്രിക്കാരെ കുറിച്ച് എന്താണ്? ഇപ്പോൾ ഒരുപാട് പേര് ലാലേട്ടനെ അനുകരിക്കാറുണ്ട്. അപ്പോൾ ഈ ലാലേട്ടനെ അനുകരിക്കുമ്പോൾ എന്താണ് ലാലേട്ടന് തോന്നാറുള്ളത്? അനുകരിക്കുക അല്ലെങ്കിൽ അനുകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്നേഹമാണ്, ഒരു തരത്തിലുള്ള സ്നേഹമാണ്. പ്രേക്ഷകർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹമാണ്. ചേട്ടാ, പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് മാത്രമേ ഇപ്പോൾ പ്രണയമുള്ളൂ. സിനിമ, മലയാള സിനിമയാണ്, അതാണ് എൻ്റെ കാമുകി, അവരോടാണ് എനിക്ക് പ്രണയം. ഓക്കെ ഹസീബ്, നമുക്ക് എന്തായാലും ഹസീബിന്റെ നമ്പർ ആണ് എടുത്തത്. നമ്പർ 15. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 15. ഹസീബിന് ഇന്ന് എല്ലാം പണിയും മറ്റേ ഇതിലാണ്, നന്നായിട്ട് വോയിസ് ചെയ്യും. പക്ഷെ കിട്ടിയത് മുഴുവൻ ഐറ്റംസ്. ഓക്കെ, അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ആള് ലാലേട്ടൻ ചെയ്ത് എന്റെ അടുത്ത് വരില്ലല്ലോ. നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. നടേശ കൊല്ലണ്ട, ഈ കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ എന്ന് വിചാരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ച വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തകർത്ത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ഹസീബിന്റെ ലിസ്റ്റിലുള്ളതാണ് വിജയരാഘവൻ. കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കാ വശമുള്ളത് ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിക്കുന്ന വകയിലടാ നീ ഹോസ്പിറ്റലിൽ തല്ലി തകർത്തത്. ഈ കയ്യിന്റെ എല്ലാവരും 4 വീസാക്കിയാലേ നീ ഒരുത്തനായിരിക്കും പൊക്കില്ല. അത് നടേശ കൊല്ലണ്ട. എക്സലന്റ് കേട്ടോ, ഗംഭീരടി. നടേശകാരലുണ്ട് ഉറപ്പാണ് കുട്ടേട്ടൻ ചെയ്യുമ്പോ. ഓക്കെ, നന്നായി, നന്നായി. ഹസീബ് നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. എന്താണ് ഈ മനുഷ്യന് കൊടുക്കുന്ന പണി? ഈ ലിസ്റ്റിനകത്ത് ആകെ എല്ലാം കൂടി 2 or 3 ഉള്ളൂ ഈ ഐറ്റംസ്. എല്ലാം പുള്ളിക്ക് തന്നെ കിട്ടിയെന്നുള്ളതാണ്. വെള്ളം ഫുള്ളായിട്ട് വരുന്നത് വേണോ അതോ ഉറ്റി തീർന്ന വെള്ളം വരാത്തത്. നന്നായി. ഒരു കൗണ്ടർ ഇടാൻ പറ്റില്ല. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. സമിതിയിലും സാറിന്റെ ലാലേട്ടന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സംഭാഷണമാണ്. ഏത് സിനിമയിലാ? ദേവാസുരത്തിൽ ഷമ്മിച്ചേട്ടനല്ല, നെപ്പോളിയനാണ് വരുന്നത്. പക്ഷേ ഷമ്മിച്ചേട്ടനാണ് ഡബ് ചെയ്തത്. നീലകണ്ഠ, ഒരു കാറ് കത്തിയാ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, അപ്പോഴേ എനിക്ക് കളിയിൽ ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. പ്രാണന്റെ പാതിയായിരുന്നവളെ പാതിയിൽ ഉപേക്ഷിച്ചിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര, കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. അപ്പൊ അങ്ങനെ തിരിച്ചേട്ടാ, തിരിച്ചേട്ടന് വരാൻ സമയമായി. കാരണം 3 നമ്പരും കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് വെൽക്കം തിരിച്ചേട്ടൻ. കം ഓൺ. ശരിക്കും പറഞ്ഞ ഇവരുടെ ഇടയിൽ നിൽക്കാൻ എനിക്ക് പേടിയാണ്. തീ മാറുന്ന 2 ആർട്ടിസ്റ്റുകൾ അല്ലേ? യെസ്. ബാക്കി പുള്ളിയുടെ ലിസ്റ്റിലുള്ള ഇനി ബാക്കി കേൾക്കാം. അതെ. അപ്പോ നമുക്ക് അടുത്തത് ഡാഡി ഗിരിജയിൽ തുടങ്ങാം അല്ലേ? പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഡാഡി ഗിരിജയായി വേഷമിട്ട ജഗപതി ബാബുവിന്റെ ശബ്ദം, ഇദ്ദേഹത്തിന് ശബ്ദം നൽകിയത്
മനോജേട്ടനാണ്. ഡാഡി മംഗലാപുരത്ത് കളിച്ചു വളർന്നതിന് ശേഷം കുഞ്ഞിക്കാതർ കായ്ക്കായത്. മംഗലാപുരം കണ്ടത് എന്ത് കൊടുത്തേക്കവന്? ഡാഡിക്ക് മേടിച്ചേ ശീലമുള്ളൂ, കൊടുത്തില്ല. ഇതെൻ്റെ ചെറുക്കന് വേണ്ടിയിട്ടാ. അവൻ്റെ ദേഹത്തൊരു പൊടി വീഴരുത്. ബലരാമൻ, മുരുകൻ്റെ ശക്തി. സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോടാ ബലരാമ. നിന്നെ ഞാനിങ്ങ് എടുക്കുക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താ നീ. മൂപ്പൻ പറഞ്ഞതാണ് ശരി. കാട്ടിലെ പുലിയായാലും നാട്ടിലെ മനുഷ്യരായാലും അവിടെ അതിൻ്റെ മടയിൽ പോയി കൊല്ലണം. അതാണ് ഈ കാടിൻ്റെ നിയമം. ഇന്ത്യൻ റുപ്പിയില് തിലകൻ ചേട്ടനെ നോക്കിയിട്ട് പൃഥ്വിരാജ് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ഇനി പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത് അത്ഭുതങ്ങളാണ്. അല്ലേ? തീർച്ചയായിട്ടും വലിയ വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. തീർച്ചയായും അടുത്ത ലാലന്റെ ഒരു വില്ലനും കൂടി ഉണ്ട്. ഓക്കെ. വർഗീസും കൂടി ഉണ്ട് അല്ലേ നിങ്ങളുടെ ലിസ്റ്റില്? പ്രജ എന്ന ചിത്രത്തിൽ അദ്ദേഹം കള്ളു കുടിച്ചിരിക്കുമ്പോൾ ലാലേട്ടൻ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു രംഗം. അപ്പം പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാം പറപ്പാ, ഇത്തിരി റഫാ താൻ അല്ലടോ. ദാണ്ട് ഇനി അങ്ങോട്ട് സംസാരിക്കുന്നത് വെറുതെ 5.25 പെഗ് ജോണി വാക്കർ അടിച്ച വാറല്ല, സാക്ഷാൽ ലാഹേല് വക്കച്ചർ എന്ന സീസണിന്റെ പൊളിറ്റീഷ്യനായിട്ടാ. നിന്റെ മൂക്കിന്റെ താഴത്ത് കാണുന്ന പൂട ഉണ്ടല്ലോ, അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ എടുത്ത് മുകളിലേക്ക് പിരിച്ചാ മേടിക്കുന്ന രാഷ്ട്രീയക്കാരും നേതാക്കളും ഉണ്ടാവും. അതങ്ങ് ബോംബേല്. എന്റെ ഈ കൈ കണ്ടോ നീ? ഇതിന്റെ തഴമ്പ് കണ്ടോ നീ? അതൊന്നും വേണ്ട കൊച്ചനെ. നല്ല പാറപ്പണിക്കാരൻ പാണ്ടികളുടെ തറവാട്ടില് അവരോടൊന്ന് പറഞ്ഞാ നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് ദഹിപ്പിക്കും, എന്നിട്ട് ആസിലുണ്ടാക്കും. അതൊന്നും വേണ്ട കൊച്ചനെ. ചെലുക്കെ, ഞാൻ നിനക്ക് വന്ന പാടെ ഒന്ന് ഓങ്ങി വെച്ചതാ. തന്റെ മൂന്നാമത്തെ മുഖം കാണിക്കാൻ താൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ കോണാനുണ്ടല്ലോ, അത് ഈ മഹാത്മാഗാന്ധി നെയ്തെടുത്ത സാധനമാണ്. അതിന് സമാധാനത്തിന്റെ ഒരു അംശമുണ്ട്. അത് മനസ്സിലാക്കണം. കൊല്ലും ഞാൻ. ഇനിയിപ്പോൾ വരുമ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സ്റ്റാർ ആകാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരായിരിക്കും. അതിനിടയ്ക്ക് ഇനി ഒരു താരവും കൂടി അവിടെ മിസ്സിംഗ് ഉണ്ട്. കൊച്ചിൻ ഹനീഫ അല്ലേ? കൊച്ചിൻ ഹനീഫ. എന്റെ പൊന്നെ ചതിക്കല്ലേ? സഭാപതി എടുത്തത് പറഞ്ഞാൽ പത്രത്തിൽ കെട്ടി കാച്ചക്കല്ലേ? എന്റെ അടുത്ത് കൊടുത്തുകളയും മേലാഫീസർമാര്. മിഷൻ നാത്തഞ്ചി, ഒരു സ്പാർക്ക്, ഒരു പേരിന്റെ ഒരു തെളിവ്, ഒരു കുഞ്ഞുറുപ്പിന്റെ ഒരു കിണ്ണാമണിയുടെ അത്രയും അതൊന്ന് കിട്ടിക്കോട്ടെ. അത് പിടിച്ച കേട്ടകളാണ് സഭാപതിക്ക്. പിന്നെ ഏത് കൊമ്പത്തെ മോനാലും ശരി അകത്ത് കെട്ടിയുടെ പെരുമാറും സഭാപതി. എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ അസീബ് ഒരു സിംഗറാണ്. പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്നു ഇതൊരു മിമിക്രി താരമാണ്. പാട്ട് എങ്ങനെയാണ് ഇത് വിട്ടിട്ട് പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്? മിമിക്രി ഞാൻ ചെറുപ്പത്തിലെ സ്കൂൾ തലം മുതൽ ചെയ്യുന്നുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചില്ല. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ശാന്ത ടീച്ചർ എന്ന ടീച്ചർ സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാണ്ട് പോയിട്ടില്ല, ഇങ്ങനെ പഠിക്കാനായിട്ട് പോയിട്ടില്ല. പാട്ടും പഠിക്കണം, മിമിക്രിയും. അപ്പൊ ലോകത്തിൽ ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ലാലേട്ടൻ പാടിയിട്ടുണ്ടല്ലോ, നമുക്ക് ലാലേട്ടൻ പാടിയെ അഭിനയിച്ച ആറ്റുമണൽ പായി. ആറ്റുമണൽ പായയിൽ ഹന്തിവയിൽ ചാഞ്ഞനാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വീഴാതെ കണ്ണിളന്നു മിന്നിയ നീർമണി നിറാതെ നേരുന്നോരോർമ്മ തന്നെ തിരി. എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തെന്റെ മോഹം വേരോടി. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ചോദ്യം ഉള്ളത്, പാട്ട് പാടുമ്പോഴാണോ കൂടുതൽ കയ്യടി കിട്ടുന്നത്, അതോ ഇതുപോലെ മിമിക്രി അനുകരിക്കുമ്പോഴാണോ കൂടുതൽ കയ്യടി? ലാലേട്ടന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ കിട്ടുന്ന കയ്യടി എനിക്ക് ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. അസീബ് ലാലേട്ടനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഈ ശബ്ദം ലാലേട്ടൻ കേൾക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ കവളത്തിൽ ഉമ്മ കൊടുക്കണം. അത് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ 100% അത് നടക്കും. തീർച്ചയായിട്ടും താങ്കളെ ലാലേട്ടന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഓക്കെ ചേട്ടാ, ഈ രണ്ട് കലാകാരന്മാർ തീർച്ചയായും മലയാളത്തിന് നാളത്തെ വാഗ്ദാനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നാളത്തെ അല്ല, സോറി, ഇന്നത്തെ വാഗ്ദാനം. എന്താ നാളെ ആക്കണം എന്തിനാണ്? അപ്പൊ ചേട്ടാ, ഓക്കെ ഈ രണ്ടുപേരെയും മലയാള സിനിമയിലേക്ക്, മലയാള നാട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടി പ്ലീസ് ടേക്ക് ദം. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, ചാവറ മാട്രിമണി.com ആൻഡ് വി സ്റ്റാറിൽ
അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം തിരുവനന്തപുരം ഭാഷ നല്ല രീതിയിൽ ഒരുപാട് മിമിക്രിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിന് കൊച്ചി ഭാഷ, കൊച്ചി സ്ലാങ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് മിമിക്രിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ രണ്ട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ടും ആവാം. പക്ഷേ കോഴിക്കോട് സ്ലാങ് വളരെ റീസെന്റ് ആയിട്ടാണ് അല്ലേ നമ്മുടെ മിമിക്രി സ്കിറ്റുകളിലും ഒക്കെ ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഒരുപാട് കാലമായിട്ടില്ല കോഴിക്കോട് സ്ലാങ്ങിൽ ആ ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ വന്നിട്ട്. ആ സ്ലാങ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മിമിക്രിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ 25 വർഷമായി മിമിക്രിയിൽ വളരെ ഒരുപാട് ഗംഭീര സ്റ്റേജുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടൊരു മീഡിയ എക്സ്പോഷർ കിട്ടിയിട്ടില്ല. ലെറ്റ് മീ വെൽക്കം വിത്ത് പ്രൈഡ് റഫീഖ് മാന്തോട്ടം. റഫീഖ് മാന്തോട്ടം എന്ന പേര് ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോ കോഴിക്കോടുകാരന്റെയും മനസ്സിൽ ഒരു നിറഞ്ഞ പുഞ്ചിരി നിറയ്ക്കുന്നു. മിമിക്രിയുടെ അലയൊലികളുമായി ആദ്യമായി കോഴിക്കോട് നിന്നും കടൽ കടന്ന് ഗൾഫ് രാജ്യങ്ങളിലെത്തി പ്രവാസി മലയാളികളെ ആവോളം ചിരിപ്പിച്ച അനുഗ്രഹീത കലാകാരൻ. ഒരു വലിയ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ തോളിലേറ്റുന്ന റഫീഖ് മിമിക്രി എന്ന കലയെ ജനപ്രിയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വം കൂടിയാണ്. ഒരു മികച്ച ഗായക പ്രതിഭ കൂടിയായ റഫീഖ് ഇമ്പമാർന്ന ഗാനങ്ങളെ കോഴിക്കോടൻ ശൈലിയിലാണ് രസകരമായി അവതരിപ്പിക്കുന്നത്. റഫീഖ് മാന്തോട്ടത്തെ നർമ്മത്തിന്റെ ഈ അനുഗ്രഹീത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി തന്നെയാണ് അല്ലേ റഫീഖിനെ? റഫീഖിനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല? ഇല്ലില്ല. എനിക്കറിയാം ബിഫോർ യുവിൽ വന്നിട്ടുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള സ്കിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ജാലിയൻ കണാരൻ പോലുള്ള സ്കിറ്റുകൾ ഓർമ്മയുണ്ടോ? അത് ഫസ്റ്റ് ഞങ്ങൾ സ്റ്റേജിൽ കളിച്ചായിരുന്നു, കളിക്കൽ സൂപ്പർ ജോക്സ്. ഞങ്ങൾ അന്ന് മീഡിയ ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ മീഡിയയിലേക്ക് വന്ന നിർമ്മൽ ഹരീഷ് എല്ലാവരും അവർ വന്നപ്പോഴാണ് ഞങ്ങൾ ചാനലിൽ ചെയ്യാനുള്ള അവസരമില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ ഷിയാസുക്ക, സാഗർ ഷിയാസ്, അദ്ദേഹത്തിന്റെ ചിരിയാണ് കലാഭവമണി കടമെടുത്തത്. പക്ഷെ മണിച്ചേട്ടനാണ് ഹിറ്റ് ആയത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ചിരി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷിയാസ്. അത് മണിച്ചേട്ടൻ പോലും സമ്മതിച്ചിരുന്നതാണ്. പക്ഷെ മണിച്ചേട്ടൻ ഇങ്ങനെ ചിരിച്ചപ്പോ അത് വേൾഡ് ഹിറ്റായി. ഇന്ന് റഫീഖ് എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ? ഇന്ന് ഞാൻ പൂമരം സിനിമയിലെ ഞാനും എൻ്റെ ആളും ഈ പാട്ട് പല വെറൈറ്റി ടോണിൽ പാടുന്നു. അത് ഹിന്ദു മതത്തിന്റെ, മുസ്ലിം, ക്രിസ്ത്യൻ, പഴയ ഗാനം, പിന്നെ റിമി ടോമി, എൻ കലാഭവമണി. ആദ്യം ഞാൻ ഹിന്ദു മതത്തിന്റെ സ്റ്റൈലിലാണ് ഈ പാട്ട് പാടുന്നത്. ഞാനും 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 എൻ്റെ ആളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി. ഞാനും 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 എൻ്റെ ആളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി. ഞാനും 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 എൻ്റെ ആളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി. ഈ പാട്ട് ഞങ്ങളെ VM കുട്ടി മാപ്പിളപ്പാട്ട് സ്റ്റൈലിൽ പാടുകയാണെങ്കിൽ എങ്ങനെ പാടുന്നു? ഞാനും 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 മഞ്ചാളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി പിന്നെ ഞാനൊന്ന് നോക്കി. ഞാനും 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 എൻ്റെ ആളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി പിന്നെ ഞാനൊന്ന് നോക്കി. ഈ പാട്ട് ക്രിസ്ത്യൻ സ്റ്റൈലിൽ പാടുകയാണ്. ശരിക്കും ഇതാണോ ഇതിന്റെ വേർഷൻ ആലോചിച്ചത്? ഞാനും 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 എൻ്റെ ആളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പോക്കി ഞാനൊന്ന് നോക്കി. ഇത് പഴയ പാട്ടിന്റെ സ്റ്റൈൽ, പഴയ ടോണിൽ പാടാം.
ഞാനും ഞാനുമെൻ്റാളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി. ഇത് നമ്മുടെ റിമി ടോമി ആരാണെങ്കിൽ ഞാനും മഞ്ചാളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി. ഞാനും മഞ്ചാളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണ് കുപ്പായക്കാരി പന്തായം പൊക്കി ഞാനൊന്ന് നോക്കി. നമ്മുടെ മണിച്ചേട്ടൻ പാടാണെങ്കിൽ ഞാനും എൻ്റാളും 40 പേരും പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി. ഞാനും എൻ്റാളും 40 പേരും പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി കപ്പലിലാണയ കുപ്പായക്കാരി പന്തായം പോക്കി ഞാനും നോക്കി. കപ്പലിലാണയ കുപ്പായക്കാരി പന്തായം പോക്കി ഞാനും നോക്കി. ഞാനും എൻ്റാളും 40 പേരും പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി. അല്ലെ ചോദിക്കട്ടെ, ഇനി ആ ഒറിജിനൽ പാട്ടൊന്ന് പാടിക്കേട്ടോ. മറന്നുപോയി. പക്ഷേ ഗംഭീരമായി എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അസലായിട്ട് ഇത് പ്രകൃതിടാ. അതാണ് എത്ര കലാകാരന്മാരാണ് ഈ എന്താ പറയാ മലബാറിലൊക്കെ ഉള്ളതേ. ഇപ്പോഴാണ് നമ്മൾ ഇവരെയൊക്കെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ ഇരുന്ന സമയത്ത് മലബാറിൽ നിന്ന് കുറേ കലാകാരന്മാരെ പരിചയപ്പെടാനും അവരുടെ പെർഫോമൻസ് നേരിട്ട് കാണാനും എനിക്ക് സാധിച്ചു. അവരൊക്കെ ഇന്ന് സിനിമയിലാണെന്നുള്ളതാണ് വലിയൊരു സത്യം, വലിയ സന്തോഷം. അതുപോലെ നമ്മുടെ റഫീഖും കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ, സിനിമയിൽ വരട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലിയുള്ള കലാകാരനാണ്. നമ്മുടെ പപ്പുവേട്ടനെയൊക്കെ നഷ്ടപ്പെട്ട മലയാള സിനിമയ്ക്ക് ഇതുപോലെയുള്ള ഇത്തരം ടോണും ഇതുപോലെ ഹ്യൂമറും ഒക്കെ പറയുന്ന ഇദ്ദേഹം പാട്ടുകാരെയാണ് അനുകരിച്ചെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം അസലായിട്ട് കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കണ്ടോ, കുറച്ച് സമയം കൊണ്ട് മനസ്സിലായി. എല്ലാ ആശംസകളും, എല്ലാ ഭാവുകങ്ങളും. അപ്പൊ എന്തായാലും ഓടി തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും നേരെ മുമ്പിൽ എത്തിക്കോളൂ ഓടി. അപ്പൊ ഉറപ്പായിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോമഡി ഉത്സവത്തിന്റെ വേദി എപ്പോഴും അറിയാലോ, ഇത്തരം നമുക്ക് ഇതുവരെയും അംഗീകാരം കിട്ടാതെ പോയ ആൾക്കാരെ നമ്മൾ ഈ വേദിയിൽ കൊണ്ടുവരാറുണ്ട്, അവർക്കൊരു വേദി നൽകാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ടാലന്റ് വെച്ചിട്ട് നമുക്കറിയാം ഇനിയും ഈ വേദിയിൽ ഉണ്ടാവും. താങ്ക്സ് ലോട്ട് റഫീഖ്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ഇറ്റ് വാസ് ഗ്രേറ്റ് ഹാവിംഗ് യു ഹിയർ കേട്ടോ. താങ്ക്സ് ലോട്ട്. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, ചാവറ മാട്രിമണി.com ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് ഒരു സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിങ്ങിനായിട്ട് വരാൻ പോകുന്ന ആളിനെ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്ഷനും ഫേസിന്റെ ഈ ഭാഗം വരെ സെയിം ആണ്. ശരത് പാലാവളി, എല്ലാവരും വീണ്ടും സ്വാഗതം കോമഡി ഉത്സവത്തിന്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നു പോയതിനു ശേഷം ഒരുപാട് സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടോ? ഒരുപാട് പ്രോഗ്രാം ഒക്കെ ചെയ്തു. വളരെ നല്ല അഭിപ്രായമാണ്. നാട്ടിലൊക്കെ ആയാലും എല്ലാ സ്ഥലങ്ങളിലും നല്ലത്. അതിനു മുമ്പ് മോശമായിരുന്നു? അല്ല, അതിന് മോശമല്ല, എങ്കിലും ഇവിടെ വന്നതിന് ശേഷം വളരെ മെച്ചപ്പെട്ടെന്ന് പറയാം. നാട്ടുകാർക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞോണ്ട് അതിന് ഫ്ലവേഴ്സ് ചാനലിനോട് നന്ദി പറയുകയാണ്. നമ്മുടെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രത്തിലെ ചെമ്പം വിനോദിന്റെ വോയിസും നമ്മുടെ പ്രിയങ്കരനായ വിനയ് ഫോർട്ടും രണ്ടുപേരും. അതെ അതെ. ഇദ്ദേഹത്തിന് അന്ന് കണ്ടോണ്ടിരുന്നപ്പോഴേ അന്ന് ടിനിച്ചേട്ടൻ പറഞ്ഞ കമന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ആക്ഷനൊക്കെ കറക്റ്റ് ചെമ്പൻ തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും അവിടെ നിർത്തി ഡബ് ചെയ്യാം അല്ലേ? അങ്ങോട്ട് പോയിക്കോ, ഞാനിവിടെ വിഷ്വൽ തരാം പ്ലീസ് അല്ലേ.
ഇനി ഇത് വല്ല റിംഗ് ടൂമിലായിരിക്കോ? അല്ലല്ലേ? അത് ശരിക്കും ചുമേനേട്ടാ. എന്തൊരു ഉറുമ്പുകൾ ഇത്! ഇവറ്റാളുടെ ഉറക്കമില്ല. ഇതറിഞ്ഞുകൂടെ? ഉറുമ്പുകൾ ഉറങ്ങാറില്ലേട്ടാ. സത്യം. ഈ ലോകത്തിൽ ഉറങ്ങാത്ത ഒരേ ഒരു ജീവികളാണ് ഉറുമ്പുകള്. അപ്പൊ നമ്മ രണ്ടുപേരും ഒരേ വർഗമാണല്ലേ? സോറിട്ട കെടിയേ. പക്ഷെ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഉറുമ്പ് തന്നെയാണ് മനുഷ്യരൊക്കെ വലുത്. അതേട്ടാ. ഉറുമ്പ് വിചാരിച്ചാ നമ്മുടെ കുണ്ടിമേ കടിക്കാൻ പറ്റും. പഠിച്ചോണിപ്പോ അതിനിട്ട് നോക്കിയാലും ഉറുമ്പിന്റെ കുണ്ടിമേ കടിക്കാൻ പറ്റും. ഇല്ലല്ലോ, ആപ്പ് ഉറുമ്പിനെ വലുത്. നല്ല ടാസ്റ്റ് മാറി മോളിഷ്ടാ. അച്ഛന് വയ്യാണ്ടല്ലേ? ചവിട്ടർണം കിട്ടിയാൽ ആ മൂത്രത്തടസ്സം അങ്ങോട്ട് മാറി കിട്ടി. അയ്യോ എന്റെ അമ്മോ. അയ്യൊക്കെ ഷുഗറിന്റെ ഉറപ്പാ. കല്യാണിക്ക് നാവാട്ടം മതിയാക്കടാ. നീ സച്ചിനെ ഗോൾ അടിപ്പിക്കാൻ പഠിപ്പിക്കുക. ആ രണ്ട് വോയിസ് തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് സിനിമയിൽ പോലും ഒരു പീസ് എടുത്തിട്ട് അടുത്ത പീസ് നമ്മുടെ തന്നെ ചെയ്യാറുണ്ട്. അതെ. ഇത് രണ്ടുപേരും ഒരേ സമയം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളത്തെ പ്രാക്ടീസ് ഉണ്ടാവും? തീർച്ചയായിട്ടും അല്ലേ? ആ ടൈം പെട്ടെന്ന് മാറണ്ടേ, ശബ്ദം മാറിക്കൊണ്ടിരിക്കണ്ടേ? മൂന്നാഴ്ചത്തോളം എടുത്ത് ഞാൻ അത് പഠിക്കാൻ വേണ്ടി തന്നെ വോയിസ് രണ്ടും കൂടി മിക്സ് ചെയ്ത്. അത് മാത്രമല്ല, രണ്ട് വോയിസും അങ്ങ് അറ്റോ ഇങ്ങറ്റോ ആണല്ലോ. പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തു അല്ലേ പക്രുചേട്ടാ? സത്യം, ഒന്നും പറയാനില്ല. കാരണം രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള വോയിസ്. അത് പതിയെ വേണം സംസാരിക്കാനായിട്ട്. പ്രചോദ ഫേസ് കട്ട് കണ്ടില്ല ചെയ്യുമ്പോ ഫ്രണ്ടിൽ വെച്ചൊന്ന് ചെയ്തു. ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക പ്രചോദന. മറ്റേ നമ്മുടെ ഡയലോഗ് ഒന്ന് ചെമ്പന്റെ ഡയലോഗ്, ചെമ്പന്റെ ഒരു ഡയലോഗ്. നമ്മുടെ കള്ളന്മാരാ ഒരു ജാതി മണങ്ങിനിട്ടിട്ട് വാളിനെ പിടിക്കണ പരിപാടിയാ. വലിയ വലിയ കള്ളന്മാരൊക്കെ ചുവന്നലിട്ട് വണ്ടിയും പോലീസിന്റെ എസ്കോട്ടും. നമ്മളെ പോലുള്ള കള്ളന്മാർക്കാ ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഒരു പെൻഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്. ഈ നാട് നന്നാവില്ല. താങ്ക് യു. അപ്പൊ എന്തായാലും ഉഗ്രായിരുന്നു. രണ്ടും അസലായിരുന്നു. ഡബിൾ അല്ലേ അടിച്ചത്. വളരെ ഗ്രാൻഡായി. ഞാനും ആദ്യമായിട്ട് കാണും കേട്ടോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഗംഭീരായി. താങ്ക് യു സാർ. താങ്ക് യു. ഞാനും ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഞെട്ടിപ്പോയത്, സാധാരണ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞല്ലേ ഇപ്പറയുള്ളവരെ കട്ട് ചെയ്ത് പടപടയെന്ന് കട്ട് ചെയ്ത്. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ ആ വീടിന്റെ ഷോട്ട് വന്നു, വേറെ അകത്തെ ഷോട്ട് വന്നു. അപ്പൊ ഇത്രയും ലാഗ് ചെയ്ത് കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് ഡബിങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. താങ്ക് യു സാർ. ഒരു റീടേക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മള് അല്ലെ. ചിലപ്പോ തെറ്റിക്കഴിഞ്ഞാൽ റീടേക്ക് വരില്ല സാർ. കാരണം അതിന് മാത്രം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. റീടേക്ക് വരില്ലെന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി, മാത്രമല്ല ആ പ്രാക്ടീസിനും ഫലം ഉണ്ടായി. താങ്ക് യു. വെരി വെൽ ഡൺ. എല്ലാവരും പ്ലീസ്. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്തതായി ഈ വേദിയിൽ എത്താൻ പോകുന്നത് ഒരു നാടകമാണ്. കാക്കാരിശി നാടകം. കേട്ട് പരിചയമുണ്ടോ ആ പേര്? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കാക്കാരിശി നാടകം എന്ന് പറയുന്നത് ഒരു ആ തെക്ക് ഭാഗത്തൊക്കെ വരുന്ന ഒരു തമിഴ്നാട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് ശരിക്കും സംഗീതമുണ്ട്, നാടകമുണ്ട്, ഒരുപക്ഷെ നൃത്തമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് സറ്റയറാണ്, കോമഡി. അത് ആക്ഷേപഹാസ്യമാണ്. അത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോ ഇവിടെ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ വി ആർ ട്രൈയിങ് ടു റിവൈവ് ദാറ്റ്. അതുകൊണ്ട് കാക്കാരിശി നാടകം ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു പ്രണവം തിയേറ്റേഴ്സ് താമരക്കുടി. ഇന്ന് കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാക്കാരിശി നാടകം എന്ന കലാരൂപത്തെ ജനമനസ്സുകളിലേക്ക് തിരികെ എത്തിക്കുന്ന ജനപ്രിയ കലാസംഘം താമരക്കുടി പ്രണവം തിയേറ്റേഴ്സ്. 17 കലാകാരന്മാരടങ്ങുന്ന ഈ കൂട്ടായ്മ കാക്കാരശി നാടകത്തെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു. സംഗീതവും സംഭാഷണവും നൃത്തവും അഭിനയവും ഉൾച്ചേരുന്ന കാക്കാരശി നാടകം
ഒരു മികച്ച ദൃശ്യവിരുന്നാണ് ഓരോ പ്രേക്ഷകർക്കും സമ്മാനിക്കുന്നത്. വേർതിരിവുകളില്ലാതെ മികച്ച കലാരൂപങ്ങളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന കോമഡി ഉത്സവ വേദിയിലേക്ക് താമരക്കുടി പ്രണവം തിയേറ്റേഴ്സിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കണ്ടു ഓ രണ്ട് കാക്കാത്തികൾ അവിടെ നിന്ന് പാടിയും കളിക്കുകയും ചെയ്യുന്നത് കൊച്ചിരാമൻ കണ്ടേ ഒന്ന് കാണേണ്ടത് തന്നെയാ. ഓ ആ എന്നാ താൻ ഇങ്ങോട്ട് വിളിച്ചോളൂ. വിളിക്കാക്കുന്നേ ഓ ഇങ്ങോട്ടൊന്ന് വരാൻ ഇങ്ങോട്ടൊന്ന് പോന്നോടുക. ഓ വണക്കം വണക്കം. പാടിക്കളിച്ചത് നിങ്ങളാണല്ലേ? നിങ്ങളൊന്ന് പാടിക്കളിച്ചാട്ടെ. വരാൻ പറഞ്ഞോളാ. എന്തൊക്കെ പാട്ടും കളി അറിയാം? പൊന്നമ്പ്രാനോ കേട്ടോണ്ടാട്ടെ. ഓട്ടം ചാട്ടം കുന്തത്തെ കയറ്റം കയറ്റത്തെ കുന്തം അപ്പടി ഉപ്പട്ടി വളരെ എള്ളുമ്പോ വാളെ ചാടും പേരെ നളയരുതം ഇളയരുതം രാമായണം കീമാനം പാമ്പുകളി കീമ്പുകളി മേലാധാര കീഴാധാര അത് വേണ്ടാലോ അടിയൊരു സീത്തകളി വരെ അറിയാവേ. ഇയാടെ അർച്ചലൊന്നും ഇവിടെ വേണ്ട. ഇവിടെ തനിക്ക് പാമ്പ് കളി അറിയാവുന്ന പറഞ്ഞു. അറിയാലോ ഒന്ന് കളിക്കടോ. അവിടെ എവിടെയോ പാമ്പ് ചീറ്റുന്നങ്ങനെ. ഓ അതിനെ അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോയിക്കോളാം. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അങ്ങനെ അവിടെ എവിടെയോ പാമ്പ് ചീറ്റുന്നങ്ങനെ. താനും നടങ്ങടോ. ആളൊന്ന് കളിപ്പിക്കട്ടെ. കുത്തനായി പിടിച്ച പാമ്പു കൊത്തിയല്ലോ എന്നെ കൊത്തിയല്ലോ. ഞാനും ചത്തുപോകാതിവിടെ രക്ഷ ചെയ്തിടണേ. വേന്തിരൻ തുടങ്ങിയുള്ള പാമ്പുകളെ നല്ല പാമ്പുകളെ എന്റെ ബാല്യം മുതൽ ഞാൻ പിടിച്ചാടിച്ചിട്ടുണ്ടേ. കാലദോഷം കൊണ്ടിവനെ കിട്ടുവാനും എന്നെ കൊത്തുവാനും എന്റെ ജാതകത്തിലുള്ള വിധി വിധമോ. മഞ്ജുളങ്കി പുസ്തകത്തെ നുത്തുനോക്ക് കളി ഒത്തുനോക്ക് നീലി നുത്തുനോക്ക് തങ്കം പെട്ടി തുറന്നിഷ്ടമരുന്നിങ്ങെടുത്തോ. മഞ്ജുളങ്കി പുസ്തകത്തെ നുത്തുനോക്ക് കളി നോക്ക് തങ്കം ഓർത്തു നോക്ക് തങ്കം പെട്ടി തുറന്നിഷ്ടമരുന്നിങ്ങെടുത്തു. ഇദ്ദേഹത്തിനെ ആദ്യം ഒന്ന് പരിചയപ്പെടണം. എന്ത് ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾ, എന്ത് രസമായിട്ടാണ്, എന്ത് താളത്തിലാണ് ചെയ്യുന്നത് ചേട്ടാ. എനിക്ക് ആദ്യം ഒരു സംശയം തോന്നി ബിജുക്കുട്ടൻ വേഷം മാറി ഒന്നാണെന്നൊരു സംശയം. ഞാൻ കൂടെയുള്ള രണ്ട് കാക്കാത്തിമാരുണ്ടായിരുന്നല്ലോ, പറഞ്ഞു ഇവിടെ ജോയിൻ ചെയ്യണം. ഒപ്പം ഇതിന്റെ സംവിധായകൻ ഹരികുമാർ സാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഹരികുമാർ സാർ ഒന്ന് ജോയിൻ ചെയ്താൽ നന്നായിരിക്കും. സാർ, ഈ കാക്കാരിശി നാടകം ഇപ്പോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം അല്ലേ? നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി കലാരൂപങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അതിജീവനത്തിൻ്റെ പാതയിലുള്ള ഒരു കലാരൂപമാണ് ഈ നാടോടി നാടകമായ കാക്കാരിശി നാടകം. തീർച്ചയായും പല കാരണങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഈ നാട്ടാശാന്മാരില്ലാത്തതുകൊണ്ടും പിന്നെ ഈ കലയെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും അതുതന്നെയാണ്. പക്ഷേ പ്രണവം തിയേറ്റേഴ്സ് ഈ കലാരൂപം പുതിയ തലമുറയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒത്തിരി പ്രയത്നം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രചാരകർ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആണെന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. തീർച്ചയായും നമുക്ക് ഇതിനു മുമ്പ് ഇഞ്ചടാ നമുക്ക് കുറച്ചുകൂടെ പ്രചോദനൊക്കെ കാക്കാരിശി കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാക്കാരിശി നാടകം എന്തിന് കോമഡി ഉത്സവം കൊണ്ടുവന്നു എന്നുള്ളത് ജനങ്ങൾ അറിയണം. എന്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാരൂപം ഇവിടെ നിലനിൽക്കേണ്ടതാണ്.
നമ്മൾ ഒരു പക്ഷേ നമ്മൾ പിന്നീട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഈ വീഡിയോ കാണിച്ചു കൊടുക്കാനെങ്കിലും പറ്റണം. മാത്രമല്ല ഇത് കണ്ട് ഇവർക്ക് കൂടുതൽ ബുക്കിങ്ങുകൾ കിട്ടണം. ഇവർക്ക് ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരണം. ഈ താളവും ഇത്രയും അധികം ഫ്ലെക്സിബിലിറ്റിയും ഉള്ള ഒരു നടനെയൊക്കെ അല്ല, മിഥുൻ നേരത്തെ പറഞ്ഞല്ലോ അതില് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂടെ സർക്കസും കൂടി ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായും അതാണ് ആ താളവും മെയ്വഴക്കവും ഇദ്ദേഹത്തിൻ്റെത് കണ്ടാ അറിയാം. പേരെന്താണ് താങ്കളുടെ? സുരേഷ് ബാബു കോട്ടായി. സുരേഷ്, ഇതാണോ ഉപജീവന മാർഗം? ഇതാണോ? ഇതാണ് ഉപജീവന മാർഗം. ഞാൻ ഇവിടെ നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു പോയത് ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാര് അങ്ങനെ അധികം ഉണ്ടാവില്ല. കാരണം അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് അത്ര ഗംഭീരമായിട്ടാണ് പ്രകടനം. ഇത് മുഴുവനായിട്ടും അവതരിപ്പിക്കണമെങ്കിൽ 2.25 മണിക്കൂർ സമയം വേണ്ടി വരും. 2.25 മണിക്കൂറുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ ക്യാപ്സുലായിട്ട് അവതരിപ്പിച്ചത്. നമ്മളൊരു എക്സെപ്റ്റ് മാത്രം എടുത്ത് കാണിച്ചതാണ്. അല്ല ടിൻചേട്ടാ, സത്യമായിട്ടും നമ്മൾ കാണുന്നു ഒരുപക്ഷെ സിനിമ അല്ലെങ്കിൽ TV അങ്ങനെ അല്ലെങ്കിൽ ഇതിലൊക്കെ വരണം എന്നുള്ളതാണ് നമ്മുടെ എപ്പിറ്റോം എന്ന് കാണണമെങ്കിൽ അവര് കാണുന്ന അതല്ല. ഈ കലാരൂപത്തിനെ നിലനിർത്താൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇവരെ കുറിച്ച് പറയാൻ ഒന്നും യോഗ്യത ഇല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ. നിങ്ങളുടെയൊക്കെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് വന്നിക്കുക എന്നുള്ളതാണ് കലാകാരന്മാർ. അതായത് ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഇവരിലൂടെയൊക്കെയാണ്. അതിന് ഒരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ പ്രൊഡ്യൂസറാണ് നമ്മൾ നന്ദി പറയുന്നത്. കോമഡി ഉത്സവത്തിൽ നമ്മുടെ ചിന്തയിലൊന്നും വരാത്തൊരു കാര്യമായിരുന്നു. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഇത് തിരിച്ചു കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് ഈ കലകൾ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാത്തിനെയും നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതും സ്വീകരിക്കുക. താങ്ക്സ് എ ലോട്ട് ഓൾ ഓഫ് യു. താങ്ക് യു. ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, chavarmatrimony.com and V-Star. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു കോമഡി ഉത്സവം ഒരാഴ്ചയും കൂടി തുടരാനുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളോടൊപ്പം പക്രു ചേട്ടൻ ഉണ്ടാവും, ടിനി ചേട്ടൻ ഉണ്ടാവും, പ്രചോദേട്ടൻ ഉണ്ടാവും. ഒപ്പം നമ്മുടെ തണൽ പാരാപ്ലജിക് സെന്ററിലെ എല്ലാ ആൾക്കാരും, ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷനിലെ ആൾക്കാരും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. അടുത്ത ആഴ്ച കാണും വരെ ടേക്ക് കെയർ. ബൈ.